ഹായ്, ഇന്നത്തെ എൻ്റെ യാത്ര ഡാർജിലിങ്ങിലെ ടോയ് ട്രെയിനിലെ ഒരു ജോയ് റൈഡ്, ഒരു കറക്കം. അതാണ് എൻ്റെ ഇന്നത്തെ ഒരു പ്രോഗ്രാം. അങ്ങനെ ഡാർജിലിങ്ങിലെ ടോയ് ട്രെയിനൊക്കെ ഓടുന്ന റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ് ഞാൻ. നല്ല ഹിസ്റ്റോറിക്കൽ ടച്ചുള്ളൊരു കെട്ടിടം, പുതുക്കിയതായിട്ടൊന്നും തോന്നുന്നില്ല. അകത്ത് കുറച്ച് കടകളൊക്കെ ഉണ്ട്, ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ട്രെയിനിൻ്റെ സമയവും അതിൻ്റെ വിവരവും എത്ര റേറ്റാവും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 11:30-ക്കുള്ള ടിക്കറ്റ് ഞാനെടുത്തു. 11:30-ക്ക് ടിക്കറ്റ് എടുത്തിട്ട് അത് 1.5 മണിക്കൂറിൻ്റെ യാത്രയാണ്. ജസ്റ്റ് ഒരു കറക്കം മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ടൈപ്പ് ട്രെയിൻ ഓടുന്നുണ്ട് ജോയ് റൈഡിൽ. ഒന്ന് ഡീസൽ, ഒന്ന് സ്റ്റീം. നമ്മൾ പഴയ കൽക്കരി, അത് തന്നെ. അങ്ങനെ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന കൽക്കരി വണ്ടിയാണ്. നമ്മൾ എത്ര പേര് കൽക്കരി വണ്ടിയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് ഞാൻ ഈ കൽക്കരി വണ്ടിയെ എടുക്കാൻ തീരുമാനിച്ചു. 1500 രൂപയാണ് റേറ്റ്. ഞാനൊരു 9:30-ക്കായപ്പോൾ ഇവിടെ എത്തി. ഇവിടെ ഒന്നും അധികം ആളൊന്നുമില്ല, അതുകൊണ്ട് ഒരുപാട് സമയമുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. നല്ല കോടമഞ്ഞും കൊണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത്, ആ റോഡ് സൈഡ് തന്നെയാണ് ഈ സ്റ്റീം എഞ്ചിനുകളുടെയൊക്കെ ഷെഡ് കെട്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് വൈറ്റ് ടീ കുടിക്കാമെന്ന്. വൈറ്റ് ടീ നല്ല റേറ്റുള്ള ടീയാണ്. പ്രീമിയം 100 ഗ്രാമിന് തന്നെ 1090 രൂപയാണ് റേറ്റ്. അപ്പം വൈറ്റ് ടീ കുടിച്ച് നോക്കി, 99 റേറ്റ്. അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് സൂപ്പർ വ്യൂ, കഞ്ചൻജുങ്കയുടെ വ്യൂ കണ്ട് കോടയുടെ ഇടയിൽ അത് നോക്കി കുറച്ച് നേരം. അങ്ങനെ ഇരിക്കേ 11:30-ക്ക് വരേണ്ട വണ്ടി വന്നത് 12:45 കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ ആ വരക്കമൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്തോ ഒരു നൊസ്റ്റാൾജിയ. ആ ഒരു കൽക്കരിയുടെ മണവും ആ ഒരു പുകയും ആ ചൂടും ആ ഒരു കോടയുടെ ഇടയിൽ നിന്ന് അത് വേറെ ലെവലായിരുന്നു. ഞാൻ എൻ്റെ സീറ്റ് കണ്ടെത്തിയിരുന്ന് അവിടെ നിന്നൊരു വീഡിയോസൊക്കെ എടുത്തു പോയി. ആ ജനൽ വഴിയൊക്കെ ആ ഒരു വണ്ടിയുടെ പോക്കൊക്കെ കാണാൻ നല്ല രസമാണ്. ആ കുളിയും അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് കുറച്ച് ആളുണ്ടായിരുന്നു. ചിലരൊക്കെ റിസർവേഷൻ ബുക്ക് ചെയ്തിട്ടാണ് കയറിയത്. ചിലരൊക്കെ അപ്പം തന്നെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തതാണ്. നല്ലൊരു വൈബായിരുന്നു ആ യാത്ര. ഈ യാത്രയിൽ 2 സ്ഥലത്ത് വണ്ടി നിർത്തുന്നുണ്ട്. വറ്റേസ്യ ലൂപ്പ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അത് അവിടെ ഒരു 15 മിനിറ്റ് നടത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ നടത്തണമെന്ന് പറഞ്ഞാൽ ഗൂം റെയിൽവേ സ്റ്റേഷൻ, അവിടെ ഒരു 20 മിനിറ്റ് നടത്തും. അങ്ങനെ വണ്ടി ഇപ്പോൾ വന്നിരിക്കുന്നത് ബറ്റാസിയ ലൂപ്പിലാണ്. അവിടെ ഒരു 15 മിനിറ്റ് എടുത്തും. പിന്നെ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകണതെന്ന് പറഞ്ഞാൽ ഗൂം റെയിൽവേ സ്റ്റേഷനിലായിരിക്കും.
പറ്റാസിയ ലൂപ്പിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് ഗൂമിലോട്ടായിരിക്കും. ഗൂം റെയിൽവേ സ്റ്റേഷൻ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്. ഹിമാലയ റെയിൽവേസിൻ്റെ ഒരു ചരിത്രം ആ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. ഹിമാലയ റെയിൽവേസിൻ്റെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അത് റെനോവേഷൻ കാരണം അടച്ചിട്ടേക്കായിരുന്നു. അതുകൊണ്ട് അത് മാത്രം കാണാൻ പറ്റിയില്ല. ഈ സ്റ്റോപ്പാണ് ഗൂം റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റോപ്പ്. ഇവിടെ ഒരു 20 മിനിറ്റ് നിർത്തും. നമുക്ക് ഇവിടെ നിന്ന് കോഫി കുടിക്കാം, വാഷ്റൂമിലൊക്കെ പോകാം, ഫോട്ടോ എടുക്കാനും അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഗൂം മ്യൂസിയം എന്നാണ്. ഇതിൻ്റെ അത് വലിയ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അത്രയേ ഉള്ളൂ. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ട്രെയിൻ എടുത്തു തുടങ്ങി. ഇനി നേരെ തിരിച്ച് രാജധാനി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നടത്തും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.